Hello everyone, welcome back to my channel NCRT Malayalam. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 10 NCRT സിവിക്സിലെ ചാപ്റ്റർ 2 അതായത് ഫെഡറലിസം ആണ്. ലാസ്റ്റ് ഇയർ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് 2020-21 അവിടെ എക്സാംസൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ പുതിയ 10th ബാച്ചസിൻ്റെ ക്ലാസ് ഓൾറെഡി സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഫെഡറലിസം എന്നുള്ള ചാപ്റ്റർ. So we are here to discuss on the chapter. These are the important points in this chapter. So what is federalism? Federalism എന്ന് പറഞ്ഞാൽ എന്താണ്? Federalism is a system of government in which the power is divided a central authority and various constituent units of the country. This vertical division of power among different levels of government is referred to as federalism. Federalism is one of the major forms of power sharing in modern democracies. അല്ലേ? അതായത് ഫെഡറലിസം എന്ന എന്താണ്? പവർ ഡിവിഷനാണ്. അതായത് പവർ ഡിഫറെൻറ്റ് അതോറിറ്റീസിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് സെൻട്രൽ അതോറിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായിട്ടുള്ള അതോറിറ്റി, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് അതോറിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അതോറിറ്റിയിലേക്ക്, അതായത് ഓരോ സ്റ്റേറ്റുമായിട്ടും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ളൊരു സെൻട്രൽ അതോറിറ്റിയിലേക്ക് ഇങ്ങനെ റൂള്, അതായത് പവർ ഡിവിഷൻ ചെയ്യുന്നതിനാണ് നമുക്ക് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെഡറലിസം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പവർ ഷെയറിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. സോ വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം? ഫെഡറലിസത്തിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് 2 or more ലെവൽസ് ഓഫ് ഗവൺമെൻറ്. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് എന്നൊക്കെ പറയുന്ന പോലെ 2 അതിൽ കൂടുതലോ എന്തുണ്ടാവും, ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഉണ്ടാകും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഗവേൺ ദി സെയിം സിറ്റിസൻസ് വേർ ഈച്ച് ലെവൽ ഹാസ് ഇറ്റ്സ് ഓൺ jurisdiction in specific matters of legislation, taxation and administration. അതായത് ഓരോ ലെവൽസ് ഓഫ് ഗവൺമെൻറ്റിനും ഗവേൺ ചെയ്യുന്നത് സെയിം സിറ്റിസൻസ് ആണ്. അല്ലേ? ഇന്ത്യയിലെ ഗവൺമെൻറ് ആർക്കുള്ളതാണ്? നമ്മുടെ ഇന്ത്യക്കാർക്കുള്ളതാണ്. കേരള ഗവൺമെൻറ്റും ആണെങ്കിലും ഈ കേരളം എന്ന് പറയുന്നതിൽ ജനങ്ങൾ എന്ന് പറയുന്നത് ഏതിലുള്ളതാണ്? ഇന്ത്യ മഹാരാജ്യത്തുള്ളതാണ്. അല്ലേ? അപ്പോൾ എല്ലാം ഒരേ സെയിം സിറ്റിസൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ ഓരോ നിയമകാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്, അതായത് ലെജിസ്ലേഷൻ, നിയമസഭ, ടാക്സേഷനിലും അതേപോലെ തന്നെ ഭരണഗതിയിലൊക്കെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഓരോ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എക്സിസ്റ്റൻസ് ആൻഡ് അതോറിറ്റി ഓഫ് ഈച്ച് ലെവൽ ഓഫ് ഗവൺമെൻറ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷണലി ഗവേൺഡ്. അതായത് ഓരോ ലെവൽസ് ഓഫ് ഗവൺമെൻറ്റും ആര് ഗവേൺ ചെയ്യുന്നതാണ്? നമ്മുടെ ഭരണഘടന, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഗവേൺ ചെയ്യുന്നതാണ്. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. The fundamental provisions of the Constitution cannot be unilaterally changed. Such changes require the consent of both levels of government. അതായത് ഇപ്പം ഓരോ പ്രൊവിഷൻസ് ഉണ്ടാവും അല്ലേ? മദ്രാസ് പ്രൊവിഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്. അത് ഒറ്റയ്ക്ക് അങ്ങോട്ട്, അതായത് ഒരു യൂണിലാറ്ററൽ ഒരാളായിട്ട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഗവൺമെൻറ്റിന് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റൈറ്റ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അത് ആര് വേണം? 2 ലെവൽസ് ഓഫ് ഗവൺമെൻറ്റിൻ്റെയും കൺസെൻറ്റ് വേണം, അതായത് അവരുടെ അംഗീകാരം വേണം. അപ്പോൾ ഇനി കോർട്സ് ഹാവ് ദി പവർ ടു ഇൻ്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോർട്സിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ കോടതികൾക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുമെന്നർത്ഥം ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദ ഹയസ്റ്റ് കോർട്ട് ആക്ട്സ് ആസ് അമ്പയർ ഇഫ് എനി ഡിസ്പ്യൂട്ട് അറൈസസ് ബിറ്റ്വീൻ ദി ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഈ നമ്മുടെ ഹൈക്കോർട്ടില്ലേ, ഹൈക്കോർട്ടാണ് ഒരു അമ്പയറെ പോലെ, ക്രിക്കറ്റിൽ കളിക്കുന്ന പോലത്തെ ഇല്ല, ഒരു അമ്പയറെ പോലെ അങ്ങനെ ആക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ വാക്ക് തർക്കം ഈ 2 ലെവൽസ് ഓഫ് ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടെങ്കിൽ അവരാണത് ഒത്തുതീർപ്പാക്കുക. ആര്? ഈ പറയുന്ന ഹൈക്കോർട്ട്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ കീ ഫീച്ചേഴ്സ്? സോഴ്സസ് ഓഫ് റവന്യൂ ഫോർ ഈച്ച് ലെവൽ ഓഫ് ഗവൺമെൻറ് ആർ സ്പെസിഫൈഡ് ടു എൻഷുവർ ഇറ്റ്സ് ഫിനാൻഷ്യൽ ഓട്ടോണമി. അപ്പോൾ ഈ പറയുന്ന ഓരോ ലെവൽസ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് അത്
ഈ പറയുന്ന റവന്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ സോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സോഴ്സസ് ഓഫ് റവന്യൂ ഫോർ ഈച്ച് ലെവൽ ഓഫ് ഗവൺമെൻറ് ആർ സ്പെസിഫൈഡ് ടു എൻഷുർ ഇറ്റ്സ് ഫിനാൻഷ്യൽ ഓട്ടോണമി. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓട്ടോണമി, ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക അവസ്ഥ, അതിനുള്ള സോഴ്സസൊക്കെ ഓരോ ലെവൽസിനുമുണ്ട്. ഇനി ഫെഡറൽ system has dual objectives to safeguard and promote unity of the country and to accommodate regional diversity. ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഡുവൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കൺട്രീനെ ഒന്ന് സേഫ് ഗാർഡ് ചെയ്യുക, അതുപോലെ തന്നെ അതിൽ ഐക്യം, യൂണിറ്റി എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്ന് പറയുന്നത് ഒരുപാട് റീജിയൻസ് ആയിട്ടുണ്ട് അല്ലേ, ഓരോ സ്റ്റേറ്റുകളും ഓരോ റീജിയൻ പോലെയാണ്, അല്ലെങ്കിൽ സൗത്ത് റീജിയൻ അല്ലെങ്കിൽ നോർത്ത് റീജിയൻ എന്നൊക്കെ പറയുന്നത് ഓരോ റീജിയനിലെയും ഡൈവേഴ്സിറ്റി, അതായത് വൈവിധ്യം ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഇതിൻ്റെ രണ്ട് ഒബ്ജക്റ്റീവ്സ്. ഏതൊക്കെയാണ് രണ്ട് ഒബ്ജക്റ്റീവ്സ്? സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് യൂണിറ്റി ഓഫ് ദ country and to accommodate regional diversity. Next is about the union territories. യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയാൻ എന്താണ്? സം ഓഫ് ദ യൂണിറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ വിച്ച് ആർ ടു സ്മോൾ ടു ബിക്കം ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആൻഡ് കുഡ് നോട്ട് ബി മെർജ്ഡ് വിത്ത് എനി ഓഫ് ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ആർ കോൾഡ് യൂണിയൻ ടെറിട്ടറീസ്. അതായത് ഇപ്പോൾ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിൽ ചില പാർട്ടുകളാണ്, ചില യൂണിറ്റ്സ് ആണ്. പക്ഷേ അവരെന്ത് ചെയ്യില്ല, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഫോം ചെയ്യാനുള്ള അത്ര അതിനേക്കാളും ചെറുതായിരിക്കും ഈ പറയുന്ന ഈ യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ അവരെ നമുക്ക് വേറെയുള്ള സ്റ്റേറ്റുകളായിട്ട് മേർജ് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ചില സ്മോൾ യൂണിറ്റ്സുകൾ അവർക്ക് ഒറ്റയ്ക്കുള്ള ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഫോം ചെയ്യാൻ പറ്റുകയില്ല. കൂടാതെ തന്നെ അവയ്ക്ക് വേറെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ കൂടെ നമുക്ക് മേർജ് ചെയ്യാൻ പറ്റില്ല, കൂട്ടിച്ചേർക്കാനും പറ്റില്ല. അങ്ങനത്തേതിനെയാണ് നമ്മൾ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേ ആർ ഓൾസോ കോൾഡ് സെൻട്രലി അഡ്മിനിസ്ട്രേറ്റഡ് ടെറിട്ടറീസ്. എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മുടെ ചണ്ഡീഗഡും ലക്ഷദ്വീപൊക്കെ. ഇപ്പോൾ നമുക്കറിയാം ലക്ഷദ്വീപ് യൂണിയൻ ടെറിട്ടറിയാണ്. ഇപ്പോൾ ലക്ഷദ്വീപിൻ്റേതായിട്ടുള്ള ഒരുപാട് ന്യൂസസും കാര്യങ്ങളൊക്കെ നമ്മുടെ TV ന്യൂസ് ചാനലിലും പത്രത്തിലൊക്കെ കാണുന്നുണ്ടല്ലേ. ലക്ഷദ്വീപിലുള്ള ഓരോ അഡ്മിനിസ്ട്രേഷനിലുള്ള വ്യത്യാസങ്ങളും അവിടെ ഇപ്പോൾ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. നെക്സ്റ്റ് ഈസ് ദി കോയലീഷൻ ഗവൺമെൻറ്. കോയലീഷൻ ഗവൺമെൻറ് എന്ന് പറയുക എന്താണെന്ന് നമുക്ക് നോക്കാം. എ ഗവൺമെൻറ് ഫോംഡ് ബൈ കമ്മിങ് ടുഗെദർ ഓഫ് അറ്റ്ലീസ്റ്റ് 2 പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് 2 പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്കിലും കൂടിച്ചേർന്നിട്ട് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യും. അതിനാണ് കോയലീഷൻ, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ള മീനിങ്. എ ഗവൺമെൻറ് ഫോംഡ് ബൈ coming together of at least 2 political parties. Usually partners in a coalition form a പൊളിറ്റിക്കൽ അലയൻസ് ആൻഡ് അഡോപ്റ്റ് എ കോമൺ പ്രോഗ്രാം. അപ്പോൾ ഇവരുടെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ അലയൻസ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അലയൻസ് അല്ലെങ്കിൽ ഒരു നടപടി ഫോം ചെയ്യുക, എന്നിട്ടൊരു കോമൺ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതായത് 2 പേർക്കും 2 അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ രണ്ടും കൂടെ ഫോം ചെയ്തിട്ട് അതിൽ കോയലേറ്റ് ചെയ്തിട്ട് ഒരു കോമൺ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അലയൻസിലെ ഉടമ്പടിയൊക്കെ ഫോം ചെയ്യുന്നത്. എക്സാമ്പിളാണ് നമ്മുടെ NDAയും UPAയും ഒക്കെ, ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ടൊക്കെ. അതായത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ദാറ്റ് ഈസ് ദ UPA, ആൻഡ് ദ ലെഫ്റ്റ് ഫ്രണ്ട് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഫോർ കോയലേഷൻ ഗവൺമെൻറ്. നെക്സ്റ്റ് ഈസ് ദി ഇന്ത്യ എ ഫെഡറൽ കൺട്രി. ഇന്ത്യ എങ്ങനെയാണ് ഫെഡറൽ കൺട്രി, അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷനെ ഡിക്ലെയർ ചെയ്തു ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. ഓൾദോ ദ വേർഡ് ഫെഡറേഷൻ ഈസ് നോട്ട് യൂസ്ഡ്, ദ ഇന്ത്യൻ യൂണിയൻ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെഡറേഷൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി പ്രൊവൈഡഡ് ഫോർ എ 2-tier സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷന് പ്രൊവൈഡ് ചെയ്യുന്നത് 2 ടയർ ഓഫ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള യൂണിയൻ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റും, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്
ഗവൺമെൻറ്സും. ഈ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ്റും ഓരോ സ്റ്റേറ്റുകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്സുമാണ്. സോ അങ്ങനെയാണ് ഇന്ത്യ ഒരു ഫെഡറൽ കൺട്രി ആയിട്ട് മാറുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദി പാർട്ട് 1 ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ദ ഫെഡറലിസം. Hopefully you understood the chapter. If any case of queries, please do comment in the comment box, and please do share with your friends and relatives. Thank you everyone. Stay home and stay safe.